സഖാക്കളായ KEN കുഞ്ഞാമകനും PK പോക്കറും നടത്തുന്ന രാഷ്ട്രീയ സാംസ്കാരിക ഇടപെടലുകൾ ഒരേ സമയം പുരോഗമന കലാസാഹിത്യ സംഘം, CPIM, കേരളത്തിലെ ഇടത് സാംസ്കാരിക വേദികൾ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ദീർഘകാലമായി കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധമുള്ള വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. KEN കുഞ്ഞാമത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ്. സഖാവ് PK പോക്കർ മാഷ് പുതിയ കാലഘട്ടത്തിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ അത്ര സജീവമായി നമ്മൾ കാണപ്പെടുന്നില്ലെങ്കിലും ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലവുമായി ദീർഘകാല ബന്ധമുള്ള ഒരു ചിന്തകനാണ്. ഇവർ ഇരുവർക്കുമെതിരെയും വലിയ രീതിയിലുള്ള ഇസ്ലാമോഫോബിക് ആക്രമണങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യക്ഷത്തിലുള്ള മതജീവിതം ഉപേക്ഷിച്ചവരായിട്ടാണ് ഇവർ പൊതുവെ കാണപ്പെടുന്നത്. അതേസമയം കേരളത്തിലെ ജാതി പ്രശ്നങ്ങൾ, ദളിത് ബഹുജൻ പ്രശ്നങ്ങൾ, സാമൂഹിക മേൽക്കോയ്മയ്ക്കെതിരായ വിമർശനങ്ങൾ, ഇസ്ലാമോഫോബിയക്കെതിരായ ഇടപെടലുകൾ, ഇവയിലൊക്കെ തന്നെ ഇരുവരും വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ്. എന്നാൽ ഈ അടുത്ത് ഒരു അഭിമുഖത്തിൽ KEN കുഞ്ഞാമത് പറഞ്ഞത് നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. പണ്ട് സഖാവ് EMS കേരളത്തെ ജന്മി നാടുവാഴ്ത്ത കേരളമെന്ന നിലയിൽ വായിച്ചുവെങ്കിൽ ഇന്നതിനെ ജാതി ആധിപത്യം, പുരുഷാധിപത്യം, ഇസ്ലാമോഫോബിക് കേരളം എന്ന നിലയിൽ പുനർവായിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ നിലപാട് കേരളത്തിലെ ഇടതുപക്ഷത്തിന് കേവലം രാഷ്ട്രീയ ഉള്ളടക്കം മാത്രം പോരാ, മറിച്ച് സാംസ്കാരിക ഉള്ളടക്കവും വേണം എന്ന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷത്തിനകത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട പോരാട്ടം ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണേണ്ടതുണ്ട്. സഖാവ് സുനിൽ P. ഇളയിടം അടക്കമുള്ളവർ നടത്തിയ രാമായണ പ്രഭാഷണങ്ങൾ ഒരർത്ഥത്തിൽ ഹിന്ദു സവർണ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പൊതുവെ കരുതപ്പെടുന്നുണ്ട്. എന്നാൽ ഇത്തരം ഇടപെടലുകൾ വഴി CPIM എത്തിപ്പെട്ടത് അയ്യപ്പ സംഗമം പോലുള്ള പ്രവർത്തനങ്ങളിലേക്കാണെന്നും അത് പാർട്ടിയെ കൂടുതൽ ഭൂരിപക്ഷാധിപത്യ കാഴ്ചപ്പാടിലേക്ക് നയിച്ചു എന്നും ചില വിമർശകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സഖാവ് KEN അടക്കമുള്ളവർ ഉയർത്തിപ്പിടിച്ച നിലപാടുകളിൽ നിന്ന് പാർട്ടികൾ പിന്നോട്ട് പോയതായും CPMനെ കൂടുതൽ ഹിന്ദു ഭൂരിപക്ഷാധിപത്യ കാഴ്ചപ്പാടിലേക്ക് നയിച്ചു എന്നൊരു വിമർശനവും വസ്തുതാപരമായി നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സഖാവ് KEN അടക്കമുള്ളവർ ഉന്നയിക്കുന്ന വിമർശനധാര തീർച്ചയായും ഇസ്ലാമോഫോബിയക്കെതിരെയും സവർണതയ്ക്കെതിരെയുമുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെയും ദളിത് ബഹുജൻ രാഷ്ട്രീയത്തിൻ്റെയും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ്. എന്നാൽ ഇസ്ലാമോഫോബിയ പഠനങ്ങൾ പിന്തുടരുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ വിമർശനം ഇതാണ്. അല്ലെങ്കിൽ ഒരു ആൻറ്റി ഇസ്ലാമോഫോബിയ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇവരുടെ ഇസ്ലാമോഫോബിയ വിരുദ്ധ ഇടപെടലുകൾ പലപ്പോഴും ഇസ്ലാമോഫോബിയയെക്കുറിച്ചുള്ള ചില അമൂർത്തമായ വായനകളിൽ അറിയാതെയോ അബോധമായോ കുടികിടക്കുന്നു. അത് ആബ്സ്ട്രാക്റ്റാണ്. സഖാവ് KEN കുഞ്ഞാമതും സഖാവ് PK പോക്കറും നടത്തുന്ന പല ഇടപെടലുകളിലും മുസ്ലിങ്ങളെ, വിശിഷ്യ കീഴാള മുസ്ലിം വിഭാഗങ്ങളെ പ്രധാനമായും ഇരകളായിട്ടാണ് കാണുന്നത്. അതിൽ എനിക്ക് യോജിപ്പുണ്ട്. തീർച്ചയായും അവർ ഇരകളാണ്. സഹസ്രാബ്ദങ്ങളായി തുടരുന്ന ജാതി ആധിപത്യത്തിൻ്റെ ഇരകളാണ് ഇന്ത്യയിലെ ബഹുജൻസ് എന്നത് KEN തൻ്റെ തന്നെ എഴുത്തിലൂടെ നിരന്തരം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. മതം ഏതായാലും മനുഷ്യർ നന്നായാൽ മതി എന്ന് പറയുന്നത് പോലെ ജാതി ഏതായാലും മനുഷ്യർ നന്നായാൽ മതി എന്ന് പറയാൻ കഴിയില്ലെന്നും ജാതിയും മതവും ഒരുപോലെ അല്ലെന്നും സഖാവ് KEN വളരെ വ്യക്തമായി സുവ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മതത്തിനുള്ളിലെ വിമോചനപരമായ ഉള്ളടക്കവും അദ്ദേഹം കാണുന്നുണ്ട്. അതിലോട് യോജിപ്പും വിയോജിപ്പും ഉണ്ടാകും. ഇത്തരം കാഴ്ചപ്പാടുകളോട് നമ്മൾ നോക്കിക്കാണുമ്പോൾ അതിനകത്ത് മറ്റൊരു നിലപാട് കൂടി നമ്മൾ ഉന്നയിക്കേണ്ടതുണ്ട്. അതായത് മുസ്ലിങ്ങൾ വെറും ഇരകൾ അഥവാ വിക്ടിംസ് മാത്രമല്ല, അവർ സ്വയം സംഘടിക്കുന്ന രാഷ്ട്രീയ ഏജൻസിയുള്ള സാമൂഹ്യ ഒരു ഗ്രൂപ്പാണ്. മുസ്ലിങ്ങളെയും ദളിതരെയും ബഹുജൻസിനെയും ഇരകളായി മാത്രം കാണുന്ന വിശകലനം വളരെ അപൂർണമാണ്. അവർ ഇരകളാണെന്നുള്ള കാര്യം വളരെ ശരിയാണ്. പക്ഷേ അവർ ഇരകൾ മാത്രമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവർ സ്വയം സംഘടിതരായ ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്, സാമൂഹിക വിഭാഗങ്ങളാണ്. അവർ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയവരും രാഷ്ട്രീയ പ്രതിനിധാനത്തിനായി റെപ്രസെൻറ്റേഷനായി നിരന്തരം പോരാടിയവരും സാമൂഹ്യ നീതിയുടെ ലാംഗ്വേജ് അഥവാ ഭാഷയെ വികസിപ്പിച്ചവരുമാണ്. ഈ അടുത്ത് ഒരു അഭിമുഖത്തിൽ ഗുജറാത്ത് വംശഹത്യാനന്തരം മുസ്ലിങ്ങൾ മാത്രം സംഘടിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഇരകൾ മാത്രം സംഘടിക്കുന്ന രാഷ്ട്രീയത്തിന് തീവ്രവാദത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന ഒരു രീതിയിലുള്ള ചോദ്യത്തിന് സഖാവ് KEN നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഇത്തരം സമരങ്ങൾ പുരോഗമന ശക്തികൾ ഏറ്റെടുക്കാത്തിടത്തോളം
തെറ്റിപ്പോകലുകൾക്ക് സാധ്യതയുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം. ഇവിടെ ഒരു വരേണ്യ ഭയം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പുരോഗമനവാദികളുടെ മുൻകൈയിലല്ലാത്ത സമരങ്ങൾ വഴിതെറ്റാൻ സാധ്യതയുണ്ട് എന്ന ധാരണയാണ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ധാരണ അറിഞ്ഞോ അറിയാതെയോ പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങളെ പ്രധാനമായും ഇരകളായി മാത്രം കാണുന്ന സമീപനത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇരകൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംഘടിക്കാനും രാഷ്ട്രീയ ദിശ സ്വയം നിർണ്ണയിക്കാനും ശേഷിയുണ്ട് എന്ന ആർജവമുള്ളൊരു നിലപാടിലേക്ക് ഈ സമീപനം വികസിക്കേണ്ടതുണ്ട്. എന്നാൽ സഖാവ് അവിടെ കൂടുതൽ വ്യക്തമായി സംസാരിക്കാതെ പോയ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യയിൽ കീഴാള ഗ്രൂപ്പുകൾ അഥവാ വിഭാഗങ്ങൾ മുസ്ലിങ്ങളായാലും ദളിതരായാലും ബഹുജൻസ് ആയാലും സ്വയം സംഘടിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യമേ അല്ല. മറിച്ച് അത് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ്. ഇതിനെക്കുറിച്ച് അനേകം പഠനങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറച്ച് പങ്കെടുക്കുന്നത് പലപ്പോഴും അരാഷ്ട്രീയ മധ്യവർഗമാണ്. മറിച്ച് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരും കീഴാളരുമായ സോഷ്യൽ ഗ്രൂപ്പുകൾ, സാമൂഹിക വിഭാഗങ്ങൾ, മുസ്ലിങ്ങൾ, ദളിതർ, ബഹുജൻസ് വോട്ടിംഗ് പ്രക്രിയയിലും രാഷ്ട്രീയ ഇടപെടലുകളിലും സജീവമായി പങ്കെടുക്കുന്നവരാണ്. അതിനാൽ സ്വയം സംഘടന എന്നത് നമ്മൾ സംശയത്തോടെ കാണേണ്ട ഒരു കാര്യമേ അല്ല. അത് ജനാധിപത്യത്തിൻ്റെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട അടിത്തറകളിലൊന്നാണ്. കേരളത്തിലെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ സ്വയം സംഘടിതരായ ഒരു സാമൂഹിക ഗ്രൂപ്പാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വയം സംഘടിക്കുന്ന ഗ്രൂപ്പുകളിൽ മുസ്ലിങ്ങൾ പ്രധാനപ്പെട്ടവരാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസം, മാധ്യമം, പ്രസാധനം, മതസംഘടന, സാമൂഹ്യ സേവനം, രാഷ്ട്രീയ റെപ്രസെൻറ്റേഷൻ, സാംസ്കാരിക ഇടപെടൽ എന്നിവയിലൂടെ അവർ സമൂഹത്തിൽ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഖാവ് KEN കുഞ്ഞഹമ്മദ് സൂചിപ്പിക്കുന്നത് പോലെ മുസ്ലിങ്ങൾ ഇരകളാണ് എന്നത് മാത്രം നമുക്ക് മതിയാവില്ല. മുസ്ലിങ്ങളെ സ്വയം സംഘടിതരായ സാമൂഹിക ഗ്രൂപ്പുകളായി കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ആ തിരിച്ചറിവ് പൂർത്തിയാകുമ്പോഴാണ് ഇസ്ലാമോഫോബിക്കെതിരായ പോരാട്ടം കൂടുതൽ സമഗ്രമാകുന്നത്. മറ്റൊരു രീതിയിൽ നമ്മൾ പറഞ്ഞാൽ, ഇസ്ലാമോഫോബിക്കെതിരായ പോരാട്ടം ഇരകളോടുള്ള ഐക്യദാർഢ്യത്തിൽ മാത്രം ഒതുങ്ങരുത്. സ്വയം സംഘടിക്കുന്ന മുസ്ലിങ്ങളോടുള്ള രാഷ്ട്രീയ ഐക്യദാർഢ്യവും അതിൻ്റെ ഭാഗമാകണം. കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന മണ്ഡലങ്ങളിൽ പലപ്പോഴും ഈ കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. കാരണം സഖാവ് KEN പോലുള്ളവരുടെ പ്രധാന ലക്ഷ്യം കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന ശക്തികളെ പരിഷ്കരിക്കുകയാണ്. അവരുടെ രാഷ്ട്രീയ സിദ്ധാന്തത്തിലും സാമൂഹിക സിദ്ധാന്തത്തിലും ഉള്ള പരിമിതികളെന്ന് കരുതുന്നവയെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഭാഗമായി കീഴാളരെയും വിശിഷ്യ മുസ്ലിങ്ങളെയും പലപ്പോഴും ഇരകളായോ അവകാശം കാത്തിരിക്കുന്നവരായോ മാത്രം കാണുന്ന ഒരു വിശകലന മാതൃകയിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നു. അത് അഥവാ അവരെ സ്വയം സംഘടിതരായ രാഷ്ട്രീയ ഏജൻസികളുള്ള ജനാധിപത്യത്തെ പുനർനിർമ്മിക്കുന്ന സോഷ്യൽ ഗ്രൂപ്പുകളായി അഥവാ സാമൂഹിക ശക്തികളായി കാണാനുള്ള സാധ്യത അവിടെ സഖാവ് പരിമിതപ്പെടുത്തുന്നു. ഇത് സഖാവ് KEN വ്യക്തിപരമായി സൃഷ്ടിച്ച പ്രശ്നമെന്നതിനേക്കാൾ ഉപരി അദ്ദേഹം അതിനെ അഭിസംബോധന ചെയ്യുകയും പരിഷ്കരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ പുരോഗമന സാമൂഹ്യ ഭാവനയുടെ തന്നെ ഒരു പരിമിതിയാണ്. അതായത് പരിമിതിയെ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതാണ് ഈ വിശകലനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നസ്ഥലം. ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ നിലനിൽക്കുന്നത് മുസ്ലിങ്ങൾ ഇന്ത്യൻ ദേശരാഷ്ട്രത്തെ വിഭജിക്കുമെന്ന, പാർട്ടീഷൻ ചെയ്യുമെന്ന ഭയത്തിൽ നിന്നുമാണ്. ഇന്ത്യൻ ദേശരാഷ്ട്രത്തിൻ്റെ രൂപീകരണ കാലം മുതൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ ഭാവനയാണിത്. സ്വയം സംഘടിക്കുന്ന മുസ്ലിങ്ങൾ തീവ്രവാദത്തിലേക്ക് പോകും, ഭീകരവാദത്തിലേക്ക് പോകും, പ്രത്യേക സമുദായ താൽപ്പര്യത്തിൽ കുടുങ്ങിപ്പോകും എന്ന ആശങ്ക യഥാർത്ഥത്തിൽ ഒരു നിഷ്കളങ്ക ആശങ്കയേ അല്ല. അത് വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള രാഷ്ട്രീയ ഭാവനയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെയും ദളിതരുടെയും ബഹുജൻസിൻ്റെയും സ്വയം സംഘടനയെ ജനാധിപത്യ വിരുദ്ധമായി കാണുന്ന സമീപനത്തെ ശക്തമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇത്തരം ഗ്രൂപ്പുകൾ അഥവാ വിഭാഗങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ചരിത്രപരമായി നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ആ പങ്കിനെ ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം ഇസ്ലാമോഫോബിക്കെതിരായിട്ടുള്ള ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയ ഇടപെടലുകളെന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് സഖാവ് KEN കുഞ്ഞഹമ്മദ്, സഖാവ് PK പോക്കർ എന്നിവരെ പോലുള്ളവർ ഉയർത്തിപ്പിടിക്കേണ്ടത് ഇരകളുടെ മാനിഫെസ്റ്റോ മാത്രമല്ല, പൊരുതുന്ന മുസ്ലിങ്ങളുടെയും ദളിതരുടെയും ബഹുജൻസിൻ്റെയും
മാനിഫെസ്റ്റോ കൂടിയാണ് എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. അത് ഇരകൾ മാത്രമല്ല, പൊരുതുന്നവർ കൂടിയാണ്, സംഘടിക്കുന്നവർ കൂടിയാണ്. അത് കേവലം ഇടതുപക്ഷ പുരോഗമനവാദത്തിൻ്റെ പരിഷ്കരണ അജണ്ടയിൽ മാത്രം കുടുങ്ങിക്കിടക്കേണ്ടവയുമല്ല, മറിച്ച് ഇന്ത്യയിലെ ദളിത്, ബഹുജൻ, മറ്റ് പിന്നോക്ക ഗ്രൂപ്പുകൾ അവരുടെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ സംഘാടനത്തെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പോരാട്ടമായിരിക്കണം. ഇസ്ലാമോഫോബിക്കെതിരായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഈ തിരിച്ചറിവിലൂടെയാണ് എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്, ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾ ഇരകളാണ് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവർ ഇരകൾ മാത്രമല്ല, അവർ സ്വയം സംഘടിക്കുന്നവരാണ്, അവർ പ്രതിരോധിക്കുന്നവരുമാണ്, അവർ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നവർ കൂടിയാണ്. അവരെപ്പറ്റിയുള്ള ഏതൊരു പുരോഗമന രാഷ്ട്രീയവും ഈ ഏജൻസിയെ കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് ആരംഭിക്കണം. അതുകൊണ്ട് തന്നെ സഖാവ് KN പോലുള്ളവർ ഒരേ സമയം 2 നിലപാടുകൾ കൈക്കൊള്ളേണ്ടതുണ്ട്. ഒന്നാമതായി, മുസ്ലിങ്ങൾ ഇസ്ലാമോഫോബിയയുടെയും ജാതി സവർണ മേൽക്കോയ്മയുടെയും ഇരകളാണ് എന്ന തിരിച്ചറിവ്. രണ്ടാമതായി, അവർ ഇരകൾ മാത്രമല്ല, സ്വയം സംഘടിക്കുന്ന രാഷ്ട്രീയ ഏജൻസിയുള്ള, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന സോഷ്യൽ പവർഫുൾ ഗ്രൂപ്പുകളാണ്, അഥവാ സാമൂഹിക ശക്തികളാണ് എന്ന തിരിച്ചറിവ്. ഈ 2 സമീപനങ്ങളും ഒരുമിച്ച് വിശകലനത്തിൽ വരുമ്പോഴാണ് ഇസ്ലാമോഫോബിക്കെതിരായ രാഷ്ട്രീയം കൂടുതൽ കൃത്യവും സമഗ്രവുമാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.